ഒരു ഹെൽത്തി സാലഡ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച ഞാൻ എന്തൊക്കെയോ മിക്സ് ചെയ്ത് എന്താ ആയിപ്പോയെന്ന് പോലും അറിയില്ല. പക്ഷെ ഫൈനലി നല്ല റിസൾട്ടായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്യാരറ്റ്, ബീൻസ്, സ്പിനാച്ച്, ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, ചെറുപയർ, ഈ വക കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. ടു ബി ഓണസ്റ്റ്, ഞാൻ വേറൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ബീൻസും ക്യാരറ്റ് സ്പിനാച്ചൊക്കെ വാങ്ങിയിട്ട് ഒരാഴ്ചയോളായി ഇരിക്കുന്നത്. അത് പിന്നെ ചെയ്ത് കഴിഞ്ഞ് പിന്നെയും കുറേ സാധനങ്ങൾ ബാക്കിയുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് തീർക്കണ്ടേ, അതിനായിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു സംഭവമാണ് ഇത്. അപ്പോൾ ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ജീരകം ഇട്ടിട്ട് വെളുത്തുള്ളി ഇട്ട് പിന്നെ അതിലേക്ക് ഉള്ളി ഇടുക. ഉള്ളി പിന്നെ ഒന്ന് വഴറ്റി വരുമ്പോഴേക്കും കുറച്ച് മുളക്, മഞ്ഞൾ, കൊറിയാണ്ടറൊക്കെ ഇടുക. അത് കഴിഞ്ഞിട്ട് തക്കാളി ഇടുക. അപ്പോൾ തക്കാളി ഒന്ന് ഉടഞ്ഞൊക്കെ വരുന്ന സമയത്തേക്ക് അതിൽ ഈ വേവിച്ച് വെച്ച ചെറുപയറും ഇടാം. പിന്നെ അതിലേക്ക് ഈ വേവിച്ച് വെച്ച പൊട്ടാറ്റോ ഇടാം. ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി പോകണമെന്ന് വിചാരിച്ച ഞാൻ ഓരോ പച്ചക്കറി കാണുമ്പോൾ അയ്യോ ഇത് വാങ്ങിച്ചിട്ട് കുറച്ചായല്ലോ, ഇത് തീർക്കണമല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് തീർക്കേണ്ട സാധനങ്ങളെല്ലാം കൂടിയിട്ട് എടുത്ത് ഇട്ടൊരു സാധനം കൂടിയാണിത്. അപ്പം മിക്സൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞാൽ ഒരു ജാറിലിട്ടിട്ട് അതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ആക്ച്വലി ഞാൻ ഇതൊരു യോഗേർട്ടൊക്കെ പോലെ നമ്മൾ ഈ ഡ്രസ്സിങ്ങിന് യൂസ് ചെയ്യില്ലേ, അതിന് വേണ്ടിയിട്ടായിരുന്നു ഉദ്ദേശിച്ച് അങ്ങനെ ചെയ്തതാണ്. പക്ഷെ ഞാൻ അതിങ്ങനെ വെള്ളമൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ അതേ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ ക്യാരറ്റും ബീൻസും സ്പിനാച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ചൊരു സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം അവിടെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഡ്രസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ വെച്ച സാധനം എന്ന് പറഞ്ഞില്ലേ, അതെടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുക. വലിയൊരു പ്രതീക്ഷയില്ലാണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. ഒന്നുമില്ലെങ്കിൽ ഹെൽത്തി അല്ലേ കഴിക്കാന്നൊക്കെ ഉള്ള രീതിക്ക്. പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ആക്ച്വലി എനിക്ക് നല്ല ഇഷ്ടമായി. ദിസ് ഈസ് സോ ഗുഡ്. സത്യമായിട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര ടേസ്റ്റ് ഉണ്ടാവുന്നു. ഈ ക്യാരറ്റിൻ്റെയും ഇതിൻ്റെ ഫ്ലേവർ ഒന്നും വലുതായിട്ട് വരുന്നില്ല. പക്ഷെ ആ ഇതുണ്ടല്ലോ, ആ മിക്സ്, അതുതന്നെ നല്ല രസമുണ്ട്. Okay, you can try it. കാണാനും നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഈ പച്ചയും ഓറഞ്ചും മഞ്ഞയും ഒക്കെ ആയിട്ട്. എന്താണെങ്കിലും സംഭവം എനിക്ക് ഇഷ്ടമായി. ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ബീൻസ് ഒക്കെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ട്രൈ ചെയ്ത് നോക്കാം.